ഫലസ്തീൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായിരുന്നു ഇപ്പോൾ നടത്തിയ തൂഫാൻ അക്സയും അതിനുശേഷമുണ്ടായ ബന്ദി കൈമാറ്റ പ്രക്രിയയും എന്നുള്ളത്. കാരണം കഴിഞ്ഞ 75 വർഷത്തെ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടാണ് തൂഫാനുൽ അക്സ എന്നുള്ളത്. ഇവിടെ തൂഫാനുൽ അക്സ ഹമാസ് നടത്താനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വിശദമായി കടക്കേണ്ടതുണ്ട്. ആ ഒരു പ്രക്രിയയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഒരു ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ട് തയ്യാറാക്കുന്നു. ആ പ്രൊജക്ട് പ്രകാരം വലിയ രീതിയിലുള്ള അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിന് ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതിന്റെ അനിവാര്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നുള്ളത്. അങ്ങനെ ഇസ്രായേലും അറേബ്യൻ രാജ്യങ്ങളും വിവിധ അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നു. UAE ആണ് ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും അതിനുശേഷം ബഹ്റൈനും പിന്നീട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളും ഇതിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഈ എബ്രഹാമിക് കോഡിന്റെ ഭാഗമായിട്ട്, എബ്രഹാമിക് കരാറിന്റെ ഭാഗമായിട്ട് ഈ രാജ്യങ്ങളുമായിട്ട്, ഈ അറബ് രാജ്യങ്ങളുമായിട്ട് കാലങ്ങളായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കാത്ത, ഇസ്രായേലിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത, ഇസ്രായേൽ എന്നുള്ളത് ഒരു അധിനിവേശ രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന അത്തരത്തിൽ ഒരു നിലപാടുള്ള അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ഇവർ ഒരു ധാരണയിലെത്തുന്നു. അമേരിക്കയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെങ്കിലും ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ലക്ഷ്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ അബ്രഹാമിക് കരാർ ഉണ്ടാകുന്നത്. അബ്രഹാമിക് കരാർ പ്രകാരം വിവിധ രാജ്യങ്ങളിൽ ഇസ്രായേൽ എംബസികൾ സ്ഥാപിക്കുന്നു, ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അങ്ങനെ ഈ ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ട നടപടികൾ തുടങ്ങുന്നു. തുടർന്ന് ഇസ്രായേൽ UN-ൽ ഒരു മാപ്പ് നിർമ്മിക്കുന്നു. അത് അവിടെ പ്രത്യക്ഷപ്പെടുന്നു UN അസംബ്ലിയിൽ. അവിടെ അത് പ്രചരിപ്പിക്കുന്നു. അതിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ എന്നുള്ളത്, അതിൽ കാണിക്കുന്ന സ്ഥലങ്ങൾ എന്നുള്ളത് പച്ച മാർക്കിൽ ചില രാജ്യങ്ങൾ അടയാളപ്പെടുത്തുന്നു, മറ്റൊരു കറുത്ത മാർക്കിൽ ചില രാജ്യങ്ങൾ അടയാളപ്പെടുത്തുന്നു. കറുത്ത മാർക്കിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങൾ എന്നുള്ളത് യമനും ഇറാനും അടക്കമുള്ള രാജ്യങ്ങളാണ്. അഥവാ ഇസ്രായേലിന്റെ അസ്തിത്വത്തെ ഒരിക്കലും അംഗീകരിക്കാത്ത, ഇസ്രായേലുമായിട്ട് ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും ഏർപ്പെടാത്ത കക്ഷികൾ നിലകൊള്ളുന്ന, അത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങളടക്കം നിലകൊള്ളുന്ന പ്രദേശങ്ങളെയാണ് ഈ ബ്ലാക്ക് മാർക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മാപ്പാണ് ഇസ്രായേൽ പുറത്തുവിട്ടത്. ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ മാപ്പ് എന്നുള്ളത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു അബ്രഹാമിക് കരാറും ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്റ്റുമായിട്ട് അമേരിക്കയും ഇസ്രായേലും രംഗത്ത് വരുന്നു. പക്ഷേ ഇവിടെ ഗസയിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിലകൊള്ളുന്നത്. അതായത് ഫലസ്തീൻ വിമോചന പോരാട്ടം, ഫലസ്തീൻ എന്നുള്ള സ്വതന്ത്ര രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 70 വർഷത്തിൽ കൂടുതലായി നടക്കുന്ന സ്വതന്ത്ര പോരാട്ടങ്ങളുടെ ബാക്കി പത്രമായ ഗസയുടെ ചില കാര്യങ്ങളാണ് തീരുമാനമാകാതെ നിന്നിരുന്നത്. നേരത്തെ ഓസ്ലോ കരാറുണ്ടാക്കി വലിയ രീതിയിലുള്ള PLOയുമായിട്ട് അടുപ്പമുണ്ടാക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വെസ്റ്റ് ബാങ്കിലെ ചില പ്രദേശങ്ങൾ അവരുടെ അവരുടെ കീഴിൽ കൊടുത്തുകൊണ്ട്, പക്ഷെ ഇസ്രായേലി സൈന്യം ഒരിക്കലും പിന്മാറാത്ത രീതിയിലുള്ള ഒരു ഓസ്ലോ കരാർ ഉണ്ടാക്കി. ആ കരാറിലൂടെ ഫലസ്തീൻ വിമോചന പോരാട്ടത്തെ തകർത്തു കളയാമെന്നുള്ള ഒരു ശ്രമം അന്ന് നടത്തിയിരുന്നു. അങ്ങനെയാണ് വെസ്റ്റ് ബാങ്കിലെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വെസ്റ്റ് ബാങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ ചെയ്തതുകൊണ്ട് തന്നെ ഗസയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഒരു രീതിയിലും ഇസ്രായേലുമായിട്ടുള്ള ഡീലിങ്ങിനോ ധാരണകൾക്കോ തയ്യാറാവാത്ത, ഫലസ്തീൻ വിമോചന പോരാട്ടം സ്വപ്നം കണ്ട്, ഫലസ്തീൻ സ്വതന്ത്ര രാജ്യം സ്വപ്നം കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തിയ ചരിത്രമുള്ള ഗസയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലി അധിനിവേശങ്ങളെ പലകുറി പിന്തിരിപ്പിച്ച ഗസയെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും ഇസ്രായേലുമായിട്ട് വിധേയപ്പെടാത്ത ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയെ വെരിഞ്ഞു മുറുക്കിയുള്ള ഒരു ശൈലിയാണ് ഇസ്രായേൽ തുടർന്നിരുന്നത്. അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ. കാരണം ഗസയിൽ അവിടെ ഭരിക്കുന്നത് ഹമാസ് ആണ്.
അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ വ്യാപകമായിട്ടുള്ള ഉപരോധങ്ങൾ, ഒരു നിലക്കും ഗസയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. എന്നാൽ പോലും അവരുടെ ഗസയുടെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് അവിടങ്ങളിൽ ഇതും ഫലപ്രാപ്തിയാവാതെ അത്തരമൊരു സാഹചര്യം നിലവിൽ വന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് അമേരിക്കയും അല്ലെങ്കിൽ മറ്റു മധ്യസ്ഥ ഇത്തരം ഇത്തരം ധാരണകൾ ഉണ്ടാക്കുന്ന ആളുകളും ഇത്തരം സംഘങ്ങളും ചേർന്നുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി ഹമാസുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത് ഇപ്രകാരമായിരുന്നു: ഗസയെ പൂർണ്ണമായിട്ടും ഹമാസിന് നൽകുക. അതായത് ഗസയിലുള്ള ഹമാസിന് അവരുടെ ഏത് കാര്യത്തിനുള്ള പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ഗസയുടെ പൂർണ്ണമായിട്ടുള്ള പരമാധികാരം ഹമാസിന് നൽകുക എന്നുള്ളതായിരുന്നു ആ പദ്ധതി എന്നുള്ളത്. പകരം ഹമാസിന്റെയും ലോക മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്ന മസ്ജിദുൽ അഖ്സയുടെ മോചനത്തിൽ നിന്നും ഹമാസ് പിന്മാറണം എന്നുള്ള ആവശ്യമായിരുന്നു ഇസ്രായേലിൻ്റെത്. അതായത് ഗസയിലുള്ള പ്രദേശങ്ങൾ ഹമാസിന് അവരുടെ പരമാധികാരത്തിന് കീഴിൽ കൊണ്ടുവരാം. ഇസ്രായേൽ ഒരു രീതിയിലും അവിടെ ഇടപെടുകയില്ല. ഇസ്രായേൽ സൈനിക സന്നാഹം ഒരുക്കി ആക്രമിക്കുകയില്ല. ഇസ്രായേലുമായിട്ടുള്ള ഒരു ധാരണകൾ ഉണ്ടാക്കുക. പകരം വെസ്റ്റ് ബാങ്കിലും അല്ലെങ്കിൽ ഈ മസ്ജിദുൽ അക്സയടക്കമുള്ള കാര്യങ്ങളിൽ ഒത്തുതീർപ്പിന് തയ്യാറാവുക. മസ്ജിദ് അക്സയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കുകയും അതിനെ വിമോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ധാരണ. അങ്ങനെ 2016 ശേഷം വലിയ രീതിയിലുള്ള ശാന്തതയാണ് ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു ഡീലിംഗിലൂടെ ഹമാസിനെ വരുതിയിലാക്കാം എന്നായിരുന്നു ഇസ്രായേൽ കണക്ക് കൂട്ടിയിരുന്നത്. ഹമാസ് ഇതിനെ തന്ത്രപൂർവ്വം നിരസിക്കുകയുണ്ടായില്ല. പകരം തന്ത്രപൂർവ്വം ഇതിനെ കൈകാര്യം ചെയ്തു. അവർ ഇസ്രായേലുമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഇസ്രായേലിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ അറിയുന്ന, അവരുടെ കഴിഞ്ഞകാല ചെയ്തികൾ അറിയുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായ ഒരു ലക്ഷ്യമായിട്ടും കാണുന്ന മസ്ജിദുൽ അഖ്സയും വളരെ നിർണായകമായിരുന്നു. എന്നിരുന്നാൽ പോലും അവർ ഇസ്രായേലുമായിട്ട് ഇത്തരത്തിലുള്ള ഓരോ ആവശ്യങ്ങൾ ഇസ്രായേൽ ഭരിച്ചപ്പോൾ തൽക്കാലത്തേക്ക് അവർ ഒന്ന് നിശബ്ദമാവാൻ തയ്യാറായി. അങ്ങനെ ഇസ്രായേലും അമേരിക്കയും കരുതിയത് നിലവിൽ ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ ഡീലിങ്ങുകൾ തന്നെ ഹമാസ് വരുതിയിലാകും എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യത്തിലൂടെ തങ്ങളുടെ ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ട് നടപ്പിലാക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഹമാസുമായിട്ടുള്ള ഈ ഒരു ഡീലിംഗിന്റെ ആദ്യഘട്ട നടപടികൾ തുടങ്ങി. മറുഭാഗത്ത് ഈ അറബ് രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലും നയതന്ത്ര ബന്ധങ്ങൾ ഒരുക്കാൻ തുടങ്ങി. ഇങ്ങനെ 2 ഘട്ടത്തിലൂടെയാണ് ഇത് കടന്നുപോയത്. ഹമാസ് ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു സമയത്ത് നിശബ്ദമായിരുന്നു. അവരുടെ ഒരു രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഗസയിൽ എതിരെതിരെയുള്ള ഇസ്രായേലിലെ അധിനിവേശങ്ങൾ നടത്തുന്നില്ല. പൂർണ്ണമായിട്ടും വർഷങ്ങളോളം ഒരു നിശബ്ദത ഈ ഒരു പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം, ഗസയെയും ഫലസ്തീൻ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ലോകം ഉറ്റുനോക്കിയിരുന്നത് അവിടെ ശാന്തത കൈവരിച്ചു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ്. ഹമാസ് അവരുടെ പോരാട്ടം അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിൽ പോലും ചർച്ചകൾ ഉണ്ടായി. അങ്ങനെ ഈ ഒരു വർഷങ്ങൾക്കിടയിൽ ഹമാസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, അവർ വിവിധ രാജ്യങ്ങളിലെ വിവിധ സംഘങ്ങളുമായി അവർ ഒരു നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ അവർ യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഗസയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പരിഹരിച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം കൊണ്ടുവരികയും പകരം അവർ കൃത്യമായിട്ടുള്ള ആ ഒരു സമയം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചു. ഈ ഒരു സമയത്താണ് ഹമാസ് അവരുടെ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. അവരുടെ വലിയ രീതിയിലുള്ള ഈ ഒരു തുരങ്ക നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് അപ്പോഴാണ്. തുരങ്കങ്ങൾ എങ്ങനെ ആയിരിക്കണം, ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് എത്രത്തോളം അതിനെ അപകടപ്പെടുത്തും, ഇനി വലിയ രീതിയിലുള്ള യുദ്ധങ്ങളിലേക്ക് കടന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഹമാസിന്റെ പദ്ധതികൾ കൃത്യമായിരുന്നു. യഹ്യ സിൻവർ ഇതിന് കൃത്യമായിട്ടുള്ള നേതൃത്വങ്ങൾ നൽകി. യഹ്യ സിൻവർ ആദ്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്, നമ്മൾ പരമാവധി ഇസ്രായേലികളെ ബന്ദികളായി പിടിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ബന്ദികളായി പിടിക്കപ്പെട്ടാൽ മാത്രമേ തടവിലുള്ള നിരവധി വർഷങ്ങൾക്ക് തടവിൽ വിധേയമാക്കപ്പെട്ട് ഇസ്രായേലി ജയിലുകളിൽ ക്രൂരമായ യാതനകൾക്ക് വിധേയരാകുന്ന ഫലസ്തീനികൾക്ക് മോചനമുണ്ടാവുകയുള്ളൂ. അല്ലാത്ത ഒരു ശ്രമങ്ങളും ഇസ്രായേലിന് മുമ്പിൽ വില പോവില്ല. ശക്തിയുടെ ഭാഷ മാത്രം അറിയുന്ന സംഘമാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. അങ്ങനെ ഹമാസ് ഇസ്രായേലിന്
ഒരു മറുതന്ത്രം മെനഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്രായേൽ ഇതുവരെ അവരുടെ കഴിഞ്ഞകാല ചെയ്തികളിൽ ഇത്തരം ഒരു തന്ത്രത്തെ നേരിട്ടിരുന്നില്ല. അങ്ങനെ തുരങ്ക നിർമ്മാണം അടക്കമുള്ള അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള അവിടങ്ങളിൽ കൃത്യമായിട്ടുള്ള അവരുടെ ആയുധശേഷി ഉണ്ടാക്കലടക്കമുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചു. ഇതിന് വലിയ രീതിയിലുള്ള പിന്തുണ ഇറാൻ എന്നുള്ള രാജ്യത്തിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. മറ്റു വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അത് യഹ്യ സിൻവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഖാലിദ് മിഷൽ എന്ന ഹമാസ് നേതാവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒന്ന് ടേബിളിന് അടിയിൽ കൂടി ലഭിക്കുന്ന സഹായങ്ങളും ഒന്ന് ടേബിളിന് മുകളിൽ ലഭിക്കുന്ന സഹായങ്ങളുമാണ് എന്നാണ്. അഥവാ അങ്ങനെ പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇറാൻ മാത്രമല്ല മറ്റു ചില സംഘങ്ങളോ അല്ലെങ്കിൽ രാജ്യങ്ങളോ ഹമാസിന് വലിയ രീതിയിലുള്ള പിന്തുണകൾ നൽകുന്നു എന്നുള്ള ഉത്തരമാണ് അത് നൽകുന്നുള്ളത്. അങ്ങനെ രണ്ട് തരത്തിൽ, ഒരു ഭാഗത്ത് ഖത്തർ ആസ്ഥാനമാക്കി ഫലസ്തീനിലെ അല്ലെങ്കിൽ ഗസയിലുള്ള ഹമാസിന്റെ പ്രധാനപ്പെട്ട ആളുകൾ വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തുർക്കി അല്ലെങ്കിൽ ഇറാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കുന്നു. വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, ഈജിപ്ത് സന്ദർശിക്കുന്നു. അങ്ങനെയുള്ള ഒരു PR വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഇസുദ്ദീൻ അൽ ഖസാമിന്റെ നേതൃത്വത്തിൽ ഗസയിൽ ഈ തുരങ്ക നിർമ്മാണം അടക്കമുള്ള അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് സുസജ്ജമായി നടക്കുന്നു. ഇങ്ങനെ രണ്ട് ഘട്ടത്തിലൂടെയാണ് ഇത് കടന്നുപോയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണ് സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ ഇത്തരത്തിലുള്ള അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും മുഴുവൻ നടപ്പിലായി എന്ന് ഉറപ്പുവരുന്ന ഒരു സമയത്ത് കൃത്യമായിട്ട് അവരുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു മിന്നലാക്രമണമായിരുന്നു തൂഫാനുൽ അക്സ എന്നുള്ളത്. അതായത് ഇസ്രായേൽ ഏത് ആവശ്യമാണോ അവരുടെ പറഞ്ഞിട്ടുള്ളത്, അതായത് മസ്ജിദുൽ അക്സയുടെ മോചനം, മസ്ജിദുൽ അക്സയുടെ ആവശ്യങ്ങൾ, ഖുദ്സിന്റെ മോചനം നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അതേ ഒരു ടാഗ് ലൈനോടുകൂടി, അതേ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ തൂഫാനുൽ അക്സ നടത്തിയത്. അങ്ങനെ ഈ ഒരു കാലയളവിൽ തന്നെ ഈ ഹിസ്ബുല്ലയോ അല്ലെങ്കിൽ യമനിലെ ഹൂത്തികളോ അൻസാറുള്ളയോ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റു ചെറുത്തുനിൽപ്പ് സംഘങ്ങളോ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര ഇടപെടൽ, ഇങ്ങനെ പല രീതിയിൽ ഹമാസ് നിരന്തരമായിട്ട് ഈ കക്ഷികളുമായിട്ട് എൻഗേജ് ചെയ്തു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. അങ്ങനെ ഹമാസ് ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങളുമായി, ഹിസ്ബുല്ലയുമായി, യമനിലെ ഹൂത്തികളുമായി, അൻസാറുള്ളയുമായി, ഇറാഖിലെ വിവിധ ഗ്രൂപ്പുകളുമായി, ഇറാൻ എന്ന രാജ്യത്തിലുമായി, ഇങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പരമാവധി സംഘങ്ങളുമായി അവർ ഒരു ആശയവിനിമയം നടത്തി. ഇത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതികൾ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അവർക്ക് വ്യക്തമായിരുന്നു. ഇങ്ങനെ എത്ര കാലത്തേക്ക് തങ്ങൾക്ക് യുദ്ധം കൊണ്ട്, ചെറുത്തുനിൽപ്പുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്നുള്ള ധാരണകളും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തൂഫാനുൽ അക്സയിൽ ഫലസ്തീൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുറത്തു നിന്നുള്ള വലിയ കക്ഷികളുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. അതായത് സാധാരണഗതിയിൽ ഇവിടെ വെസ്റ്റ് ബാങ്കിലോ അല്ലെങ്കിൽ ഗസയിലോ ഇസ്രായേലി ആക്രമണങ്ങൾ നടന്നാൽ, ഇസ്രായേലി അധിനിവേശങ്ങൾ നടന്നാൽ അത് വെറും ഫലസ്തീനിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമായിരുന്നു. അതിന് പകരം തൂഫാനുൽ അക്സയിൽ ഉണ്ടായ ഒരു മാറ്റം എന്നുള്ളത് പുറത്തു നിന്നുള്ള, ലെബനനിൽ നിന്നുള്ള അല്ലെങ്കിൽ യമനിൽ നിന്നുള്ള, ഇറാഖിൽ നിന്നുള്ള, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായി. ഇത്തരത്തിലുള്ള സാധ്യതകൾ ഹമാസ് ആദ്യം തന്നെ സഖ്യങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഇസ്രായേലുമായിട്ടുള്ള ഈ തൂഫാനുൽ അക്സ തുടങ്ങിയതിനു ശേഷം അവർ ആദ്യം ഉണ്ടാക്കിയ ഈ കരാറുകൾ അവർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് വ്യക്തമാവുന്നുള്ളത്. തുഫാനുൽ അക്സിയ തുടങ്ങി ഇസ്രായേലികളെ പിടിച്ചുകൊണ്ടുപോകുകയും വലിയ രീതിയിലുള്ള ഇസ്രായേൽ എന്നുള്ള രാജ്യത്തേക്ക് ഹമാസിന്റെ പോരാളികൾ ഇരച്ചു കയറുകയും അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ലോകം പ്രതീക്ഷിച്ചത് ഇസ്രായേൽ വലിയ രീതിയിലുള്ള അധിനിവേശം നടത്തി ഹമാസിന്റെ കഥ കഴിക്കുമെന്നും ഫലസ്തീനികളുടെ സ്വതന്ത്ര പോരാട്ടം എന്നുള്ളത് ഫലസ്തീൻ എന്നുള്ള രാജ്യം തന്നെ അല്ലെങ്കിൽ ഫലസ്തീൻ എന്നുള്ള ഗസ എന്നുള്ള സ്ഥലം തന്നെ ഈ ആളില്ല പ്രദേശമായി മാറുമെന്നും അത് ഒരു അത്തരത്തിലുള്ള പ്രേതാലയമായി മാറുമെന്നാണ് ലോകം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. ഈ ഒരു തൂഫാനുൽ അക്സ തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം ഹിസ്ബുല്ലയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഹിസ്ബുല്ല ഇതിൽ ഒരു കക്ഷിയായി വരികയും തുടർന്ന് യമനിലെ അൻസാറുള്ള, ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ്, തുടർന്ന് ഇറാൻ എന്നുള്ള രാജ്യം, ഇങ്ങനെ വിവിധ കക്ഷികൾ ആദ്യം ഹമാസ് ഉണ്ടാക്കിയ ധാരണകൾ പ്രകാരം തന്നെ
അവർ രംഗത്ത് വരികയും അതിനിടയിൽ ചില രാജ്യങ്ങളുടെ ഇടപെടലുകളും ഇതിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് രണ്ടു തരത്തിൽ ഖാലിദ് മിഷ്അൽ പറഞ്ഞതുപോലെയുള്ള, ഒന്ന് ടേബിളിന് മുകളിലുള്ള ലഭിക്കുന്ന സഹായങ്ങൾ, ഒന്ന് ടേബിളിന് കീഴിൽ അടിയിൽ നടത്തുന്ന സഹായങ്ങൾ. ഇങ്ങനെ രണ്ടു തരം സഹായങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടേബിളിന് കീഴിൽ നടത്തുന്ന കൈകൊടുക്കലുകൾ അത് ഏതെല്ലാം രാജ്യങ്ങളുമായിട്ടുള്ള, ഏതെല്ലാം സംഘങ്ങളുമായിട്ടാണ്, ഏതെല്ലാം രാജ്യങ്ങളുമായിട്ട് ആണ് എന്നുള്ളത് ഇന്നും വ്യക്തമാവാത്ത കാര്യമാണ്. അതും വരുംകാല ചരിത്രങ്ങളിൽ ചിലപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഉത്തരങ്ങൾ ലഭിച്ചേക്കാം. അങ്ങനെ ഇത്തരത്തിലുള്ള ഫലസ്തീൻ വിമോചന പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായ ഇസ്രായേലിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളുടെ, അവരുടെ ഏറ്റവും കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായ തൂഫാൻ അക്സയിലൂടെ യഥാർത്ഥത്തിൽ ഹമാസ് ചെയ്തത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ തൂഫാനുൽ അക്സ, മസ്ജിദുൽ അക്സയുടെ കാര്യം ഒഴിവാക്കണം എന്നുള്ള അതേ ആവശ്യങ്ങൾക്ക് നേരെ തന്നെ അതിനെ വെല്ലുവിളിച്ച് തന്നെ ഒരു നാമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പുകൾക്കാണ് തുടക്കം കുറിച്ചത്. അങ്ങനെ ഇസുദ്ദീൻ അൽ ഖസ്സാം അവരുടെ മുഴുവൻ പോരാളികളെയും വിളിച്ചു വരുത്തുകയും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്താൻ ഉദ്ദേശിക്കുന്നുവെന്നും നിങ്ങൾ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് യഹ്യാ സിൻവറിന്റെ നേതൃത്വത്തിൽ ഇസുദ്ദീൻ അൽ ഖസ്സാമിന്റെ ആളുകളോട് ചോദിച്ചത്. എന്നാൽ ഇസുദ്ദീൻ അൽ ഖസ്സാമിന്റെ അംഗങ്ങളായ ഒരാൾ പോലും ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. അവരോട് യഹ്യാ സിൻവർ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഹമാസ് പറഞ്ഞിരുന്നത്, ഹമാസിന്റെ നേതൃത്വം പറഞ്ഞത്, അബുദൈഫ് അടക്കമുള്ള ഹമാസിന്റെ നേതൃത്വം പറഞ്ഞിരുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള ഈ ആക്രമണം നടത്താൻ പോകുന്നു. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള, ഇതുവരെ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ തുടക്കങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, നിങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും തകർന്നേക്കാം. ഇതിന് തയ്യാറുള്ളവർ മാത്രം മുമ്പോട്ട് വരിക, ബാക്കിയുള്ളവർക്ക് പിന്മാറാം എന്നുള്ള ഒരു നിലപാടായിരുന്നു ഇസുദ്ദീൻ അൽ ഖസ്സാമിന്റെ ആളുകളോട് ഹമാസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അവരുടെ ഒരാൾ പോലും പിന്മാറാൻ തയ്യാറായില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാല ഇസ്രായേലി ചെയ്തികൾ എന്നുള്ളത് അവരെ അത്തരത്തിൽ പ്രേരിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തൂഫാനുൽ അക്സ കഴിഞ്ഞ ഒക്ടോബർ 7, 2023 പൊട്ടിപ്പുറപ്പെട്ടത്. ലോകത്തെ തന്നെ മാറ്റങ്ങൾക്ക് ഗതിവിധേയമാക്കാവുന്ന ഒരു ഇസ്രായേലിന്റെ ഇതുവരെ അവരുടെ ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള തിരിച്ചടികൾക്ക് വേദിയായ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് ലോകത്തിലെ വിവിധ കക്ഷികൾ ഇടപെടുന്ന രീതിയിലുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു, അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ തുടക്കമായിരുന്നു ഈ തൂഫാനുൽ അക്സ എന്നുള്ളത്.